യേശുവിൻ ഉള്ളത്തിൽ വന്നതാലേ എന്തൊരാനന്ദമേ ജീവിതത്തിൽ. എത്ര നല്ലിടയൻ എൻ രക്ഷകൻ, എന്നെ നടത്തിടും തൻ കൃപയാൽ. ആ മഹൽ സ്നേഹത്തെ നിത്യസന്തോഷത്തെ എത്ര നാൾ ഞാൻ തള്ളിയതാ. തേടി വന്നെന്നെ ഈ ജഗത്തിൽ തേജസ്വരൂപൻ യേശുനായകൻ. തേടി വന്നെന്നെ ഈ ജഗത്തിൽ തേജസ്വരൂപൻ യേശുനായകൻ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. മലാഖി പ്രവാചക പുസ്തകം 1-ാം അധ്യായം 4-ാം വാക്യം, ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ വീണ്ടും പണിയും. ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു. അവർ സ്വയം മനസ്സിലാക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് അവർ തന്നെ പറയുകയാണ്. എന്താണ് അവർ മനസ്സിലാക്കിയത്? ഞങ്ങൾ ഇടിഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ തകർന്നിരിക്കുകയാണ്, ഞങ്ങൾ നശിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുകയാണ്. അതവർ തന്നെ പറയുന്ന വാക്കുകളാണ്. ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ വീണ്ടും പണിയും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശൂന്യമായി പോയി, നശിച്ചുപോയി. ഇത് അവർക്ക് ബോധ്യമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർക്കത് സ്വയം ബോധ്യമായി. എന്താ ബോധ്യമായത്? ഞങ്ങളാകെ നശിച്ചുപോയി, ഇടിഞ്ഞുപോയി, തകർന്നുപോയി എന്നുള്ളത്. ഞങ്ങൾ തകർന്ന് വല്ലാത്തൊരു പരിസ്ഥിതിയിലാണ് ഇപ്പോഴായിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ പണിയും, ഞങ്ങളുടെ ശൂന്യസ്ഥലങ്ങളെ ഞങ്ങൾ വീണ്ടും പണിയും. ആ വാക്ക് ഒരു അഹങ്കാരത്തിൻ്റെ വാക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർ തകർന്നുപോയി, നശിച്ചുപോയി എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ ഞങ്ങൾ വീണ്ടും പണിയും എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളി പോലെയുള്ള ഒരു ശബ്ദമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ആരോടാണ് അവർ വെല്ലുവിളിക്കുന്നത്? ദൈവത്തോടാണ് വെല്ലുവിളിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയുമെന്ന്. അപ്പം ദൈവത്തോട് വെല്ലുവിളിക്കുന്ന ഏശാവിൻ്റെ തലമുറ. ഇവിടെ ആ ഏശാവിൻ്റെ തലമുറ ഒരു കാര്യം പറയുന്നത് വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അവരുടെ താഴ്ചയെ അവർ മനസ്സിലാക്കി, അവരുടെ വീഴ്ചയെ അവർ മനസ്സിലാക്കി, അവരുടെ കുറവെന്താണ്, അവരുടെ പ്രശ്നം എന്താണ്, അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവർ തിരിച്ചറിഞ്ഞു. അതൊരു പ്ലസ് പോയിൻ്റാണ്, അതൊരു നല്ല കാര്യമാണ്. എന്നാൽ ഞങ്ങൾ വീണ്ടും പണിയുമെന്നുള്ളത് ഒരു നിഗളത്തിൻ്റെ വാക്കാണെങ്കിലും, വെല്ലുവിളിയുടെ ഒരു വാക്കാണെങ്കിലും, അവർ തിരിച്ചറിഞ്ഞു എന്നുള്ളത് അവരുടെ ഒരു നല്ല ഗുണമായിട്ട് ഞാൻ മനസ്സിലാക്കി. തിരിച്ചറിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. തിരിച്ചറിയുക. എന്താ തിരിച്ചറിയേണ്ടത്? നമ്മൾ ആരാണെന്നുള്ളത് തിരിച്ചറിയണം. നമ്മൾ എങ്ങനെയുള്ളവരാണ്, നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മുടെ ജീവിതം എന്താണ് എന്ന് നമ്മളൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. തിരിച്ചറിവില്ലാത്ത ജനമാണ് പിന്നെയും പിന്നെയും ചെയ്തു പോകുന്ന കാര്യത്തിൽ മുഴുകി ജീവിക്കുന്നത്. ഇവിടെ ഏതോ തലമുറ പറയുന്നു, ഞങ്ങൾ വീണുപോയി, ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ നശിച്ചിരിക്കുന്നു എന്ന്. ഇന്ന് പല ആളുകൾക്കും മനസ്സിലാകാതെ പോകുന്നു ഇതാ. അവർ വീണിരിക്കുകയാണ്, ഇടിഞ്ഞിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ദൈവം അവരുടെ പണിയെ ഇടിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്നില്ല.
പണിയുന്നുണ്ട്, വീണ്ടും വീണ്ടും പണിയുക. ദൈവം ഇടിച്ചു കളയും, പിന്നെയും പണിയും. പക്ഷെ തിരിച്ചറിയുന്നില്ല. എന്താ തിരിച്ചറിയാത്തത്? അവരുടെ പണിയിൽ ദൈവത്തിന് പ്രസാദമില്ല എന്നുള്ളത്. അവരെ ദൈവമാണ് ഇടിച്ചു കളഞ്ഞതെന്നുള്ളതും തിരിച്ചറിഞ്ഞിട്ടില്ല. അവരിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും, നശിച്ചുകൊണ്ടിരിക്കുകയാണ്, തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഈ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യവും അവർ തിരിച്ചറിയുന്നില്ല. എന്തോ ഒരു ഭയങ്കര അവസ്ഥയാണ്. വരാനിരിക്കുന്ന അപകടം ഭയങ്കരമാണ്. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഈ കുറവുകളുണ്ട്. അവര് ഒരു മറുതലിപ്പ് പോലെയാണ്. എല്ലാത്തിനോടും ഒരു മറുതലിപ്പ്. എത്രയോ യുവാക്കന്മാരാണ് അങ്ങനെ ജീവിക്കുന്നത്, എത്രയോ വിശ്വാസികളാണ് അങ്ങനെ ജീവിക്കുന്നത്, എത്രയോ കുടുംബങ്ങളാണ് അങ്ങനെ ജീവിച്ച് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നാശത്തിൻ്റെ പാതയിലാണ്. പ്രിയമുള്ളവരെ, ഒരു തിരിച്ചറിവ് എപ്പോഴും ആവശ്യമായിട്ട് വേണം. ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. ആ തിരിച്ചറിവിലൂടെയാണ് നാം മനസ്സിലാക്കുന്നത് ഞാൻ എന്താണ് എന്നുള്ളത്. ഞാൻ എന്താണ് എന്നുള്ളത്. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ ഇയ്യോബിന് ആ തിരിച്ചറിവ് ഉണ്ടായതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞുപോയി എന്ന അതിൻ്റെ 3-ാം വാക്യത്തിൻ്റെ ഒടുവിൽ പറയുന്നു. 42:3 ഒടുവിൽ എന്താ തിരിച്ചറിയാതെ പോയത്? ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് അവൻ ചെയ്തു വച്ചിരിക്കുന്നതെന്നും അവൻ ഇന്നും എന്നും ഏത് പ്രവൃത്തി എങ്ങനെ ചെയ്യുമെന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ലെന്നാണ് ഇയ്യോബ് പറയുന്നത്. തിരിച്ചറിയാതെ പറഞ്ഞുപോയി. ഞാൻ ദൈവത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ പറഞ്ഞുപോയി. അതാണ് ഇയ്യോബ് പറയുന്നത്. ഇയ്യോബ് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി എനിക്ക് അറിഞ്ഞുകൂടാതെ വണ്ണം അത്ഭുതമേറിയതാകുന്നു. അവൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല, ഞാനതറിയുന്നു. എന്താ അറിയുന്നത്? നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. തിരിച്ചറിയാതെ എന്തൊക്കെയോ പറഞ്ഞുപോയി. എന്നിട്ട് ഒടുവിൽ പറയുകയാണ്, ഇന്ന് ഞാൻ അറിയുന്നു. എന്താ അറിയുന്നത്? നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. പ്രിയ ദൈവമക്കളെ, തിരിച്ചറിയാതെ എന്തെല്ലാമാണ് പറഞ്ഞു പോകുന്നത്. തിരിച്ചറിവില്ലാതെ, സ്വയംബോധമില്ലാതെ എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. എത്രയോ ആളുകളാണ് ദൈവത്തെ തിരിച്ചറിയാതെ ദൈവത്തോട് മറുതലിച്ചുകൊണ്ട് വീണുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകളുടെ പ്രവൃത്തിയാണ് ദൈവം പിന്നെയും 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 ഇടിച്ചു കളഞ്ഞത്, നശിപ്പിച്ചു കളഞ്ഞത്. ഒരു വിധത്തിലും കരകയറാൻ പറ്റുന്നില്ല. എന്നിട്ടും തിരിച്ചറിയുന്നില്ല ഇതെന്നെ ദൈവം പിടിച്ചതാണെന്ന്. അത് തിരിച്ചറിഞ്ഞാലാണ് ഒരു മാനസാന്തരം ഉണ്ടാവുകയുള്ളൂ. ഇയ്യോബിനെപ്പോൾ അത് ബോധ്യമായോ അന്ന് ദൈവസന്നിധിയിൽ ഇയ്യോബ് മുഴങ്കാൽ മടക്കി പറയുകയാണ്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് സകലവും കഴിയും. എന്താ കഴിയാത്തത്? സകലവും ചെയ്യാൻ കഴിയുന്നവനാ സ്വർഗത്തിലെ ദൈവം.
എന്നാൽ ദൈവം നമ്മെ പണിയാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ കളിമണ്ണ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താലുണ്ടല്ലോ, ദൈവം നിശ്ചയമായിട്ടും നമ്മെ പണിയും, നിശ്ചയമായിട്ടും നമ്മെ പണിയും, മാനപാത്രമായി പണിയും, പ്രയോജനമുള്ളൊരു പാത്രമായിട്ട് ദൈവം പണിയും. നീ അല്ല, നാം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നില്ലെങ്കിൽ ദൈവം അതിനെ ഉടച്ചു കളയുമെന്നുള്ളതാണ്. ദൈവം തകർത്ത് കളയും. നാം തകർന്നു പോകാനുള്ളവരല്ല, നാം അനുഗ്രഹിക്കപ്പെടാനുള്ളവരാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പറയുകയാണ്, ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യസ്ഥലങ്ങളെ പണി. എങ്കിലും ആ ഇടിഞ്ഞിരിക്കുന്നത് മനസ്സിലായി, എന്നിട്ടും വെറുതെലിക്കുക. എന്നിട്ടും ഇന്നത്തെ വിശ്വാസഗോളത്തിൽ എത്രയോ ആളുകളുടെ ജീവിതത്തിലാണ് അങ്ങനെയൊരു സ്വഭാവം. എന്നിലും താങ്കളിലും ഈ സ്വഭാവം ഇല്ലേ? എങ്കിലും പണിയും, എങ്കിലും ഞാനിങ്ങനെ ചെയ്യും. മറുതലിപ്പ് അത് വിട്ടുകളഞ്ഞിട്ട് മാനസാന്തരപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ്, കുറ്റങ്ങളെ, കുറവുകളെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കിലേക്കൊന്ന് വന്നാൽ ദൈവം ഇടിച്ചു കളയുന്നവനല്ല, മറിച്ച് നമ്മെ പണിയുന്ന നല്ല ദൈവമാണ്. മാനപാത്രങ്ങളാക്കി നമ്മെ പണിതെടുക്കുന്ന ദൈവകരങ്ങളിൽ നമ്മെ തന്നെ കൊടുക്കാം. കർത്താവ് നമ്മെ തിരുനാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി വിശാലമായിട്ട് ഉപയോഗിക്കട്ടെ. കർത്താവ് അതിനായിട്ട് സഹായിക്കട്ടെ. ആമേൻ.